السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരിമാരെ, അനിയത്തിമാരെ, വിസ്ഡം ഗേൾസിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കിരിക്കുന്ന ഏതെങ്കിലും ഒരു നേരത്ത് നമ്മൾ സ്വർഗത്തെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? പാലിൻ്റെയും തേനിൻ്റെയും മദ്യത്തിൻ്റെയും അരുവികളുള്ള ഒരിടമാണത്. നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ, കൊതിക്കുന്നതൊക്കെ കിട്ടുന്ന ലോകമാണത്. തനിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വെള്ളക്കടലാസിൽ നരകത്തെ വരച്ചു നോക്കിയിട്ടുണ്ടോ? ചുട്ട് തിളച്ച വെള്ളവും വൻകിട കെട്ടിടങ്ങൾക്ക് തുല്യമായ തീപ്പൊരികളും ദുനിയാവിലെ തീയിനേക്കാളും 69 ഇരട്ടി ചൂടുള്ള തീയുമൊക്കെയാണ് അവിടെയുള്ളത്. ഒറ്റയ്ക്കിരിക്കാനും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ നമുക്ക് നേരമുണ്ടാകണം, സമയമുണ്ടാകണം. നമ്മളെത്ര ചിന്തിച്ചു കൂട്ടിയാലും, നമ്മളെത്ര മനസ്സിൽ വരച്ച് കണക്ക് നോക്കിയാലും അതൊന്നും ശരിയായ നരകമോ സ്വർഗമോ ആവില്ല എന്നത് സത്യമാണ്. മരണത്തിനപ്പുറമുള്ള ജീവിതം അത് നമ്മൾ കണക്ക് കൂട്ടുന്നതിനും നമ്മൾ സങ്കല്പിക്കുന്നതിനും ഒക്കെ എത്രയോ എത്രയോ അപ്പുറത്താണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ വെച്ച് നമ്മൾ നമ്മുടെ റബ്ബിനെ കാണും. അവൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കും. ഹിജാബില്ലാതെ, മറയില്ലാതെ അള്ളാഹുവിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കും. ആ റബ്ബ് നമ്മളോട് സംസാരിക്കും. അള്ളാഹുവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും. മിഅ്റാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ട അള്ളാഹുവിൻ്റെ ശബ്ദം, തുവാ താഴ്വരയിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കേട്ട അള്ളാഹുവിൻ്റെ ശബ്ദം, ഖുർആനിൻ്റെ ഓരോ ആയത്തും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ കേട്ട അള്ളാഹുവിൻ്റെ ശബ്ദമാണ്. ആ റബ്ബിനെ കാണണമെന്നും അവൻ്റെ ശബ്ദം കേൾക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? തുവാ താഴ്വരയിൽ വെച്ചിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബി അരിനി അൻദുർ ഇലൈക്. അള്ളാഹുവേ, നീ എനിക്ക് നിന്നെ ഒന്ന് കാണിച്ചു താ, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നിന്നെ ഒന്ന് കാണട്ടെ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹമുണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന വർത്തമാനമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറഞ്ഞ വർത്തമാനം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെത്തിയാൽ നമുക്ക് നമ്മുടെ റബ്ബിനെ കാണാൻ കഴിയും. ആ സ്വർഗം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നരകമെന്നത് ഒരു നിമിഷം പോലും നമുക്ക് സഹിക്കാനോ താങ്ങാനോ കഴിയാത്തതാണ്. പ്രിയപ്പെട്ടവരെ, മരണത്തിന് ശേഷം, മരിച്ച് മണ്ണിൻ്റെ ഭാഗമായി തീർന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? രണ്ടാമതൊരു ജീവിതമുണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കെങ്കിലും മനസ്സിൽ ഒരു തരി സംശയം ബാക്കിയുണ്ടോ? ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഗൗരവത്തിലുള്ള ചില ചോദ്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവനെ ഞാൻ വെറുതെ വിടുമെന്ന്? അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംന. അവനൊരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നില്ലേ? ആ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നല്ലേ മനുഷ്യ നിന്നെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നെ അതിനെ അള്ളാഹു രക്തപിണ്ഡമാക്കി
അതിനെ രൂപം നൽകി ശരിപ്പെടുത്തി. ഫജഅല മിൻഹു സൗജൈനി ദകറ വൽ ഉൻസ, പിന്നെ ആണിനെയും പെണ്ണിനെയും അല്ലാഹു സൃഷ്ടിച്ചു. അലൈസ ദാലിക ബിഖാദിർ അലാ അൻ യുഹ്യിൽ മൗത, ആ അല്ലാഹു മരിപ്പിച്ചവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവനല്ലേ? അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇദാമ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ട് അവന്റെ എല്ലുകളെ നാം ഒരുമിച്ച് കൂട്ടുകയില്ല എന്ന്. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തലപ്പുകളെ പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ഞാൻ. അള്ളാഹുവിൻ്റെ ആ വാക്കുകൾക്കൊക്കെ എത്ര കൃത്യതയാണ്, എത്ര ശക്തിയാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ഫിംഗർ പ്രിന്റ് ഡിഫറൻ്റ് ആണ്. പക്ഷെ ആ വിരൽ തുമ്പുകളെ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ്. മക്കക്കാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. യഖൂലൂന ഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ, ഖബറുകളിൽ നിന്ന് ഞങ്ങളെ വീണ്ടും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ മുഹമ്മദ് നീ വാദിക്കുന്നത്? അഇദാ കുന്നാ ഇദാമൻ നഖിറ, ജീർണിച്ച എല്ലിൻ കഷ്ണങ്ങളായി മാറിയതിനു ശേഷം ഞങ്ങൾക്ക് വീണ്ടും ഒരു ജീവിതമുണ്ട് എന്നാണോ നീ പറയുന്നത്? ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വലിയ നഷ്ടക്കാരായിരിക്കുമല്ലോ. നബിയെ കളിയാക്കുകയാണ് അവർ, അള്ളാഹുവിനെ പരിഹസിക്കുകയാണ് അവർ. അവരോട് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ, നിങ്ങളെ സൃഷ്ടിക്കുന്നതാണോ കടുപ്പം, അതല്ല ആകാശത്തെ സൃഷ്ടിക്കുന്നതാണോ കടുപ്പം? മനുഷ്യന്റെ സൃഷ്ടിപ്പിനെക്കാളും കടുപ്പമുള്ള സൃഷ്ടിപ്പാണ് ആകാശത്തിന്റെ സൃഷ്ടിപ്പ്. ആ ആകാശത്തെ സൃഷ്ടിച്ചവനാണ് നിങ്ങളുടെ റബ്ബ്. ആ റബ്ബ് നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്കിനിയും ഒരുപാട് കാലമുണ്ട്, ഒരുപാട് സമയമുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മിന്നലേറ്റ് മങ്കടയിൽ മരിച്ച 4 സുഹൃത്തുക്കളുടെ വാർത്ത നമ്മൾ വായിച്ചിട്ട് ഒരാഴ്ച പോലും കഴിഞ്ഞിട്ടില്ല. അവരുടെ പ്രായം എത്രയാണ്? 18, 19, 20 വയസ്സായ ചെറുപ്പക്കാരാണ് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി മടങ്ങിപ്പോയിട്ടുള്ളത്. എത്ര പെട്ടെന്നാണ് അവരുടെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും കണ്ണീരായി, നോവായി മാറിയതെന്ന് നമ്മൾ ചിന്തിക്കുക. തസവ്വദ് മിനദ് ദുനിയ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി ഫകം മിൻ ഫതാ അദ്ഹാ വഅംസാ ضاحികൻ വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹു തആലയുടെ വളരെ ചിന്തനീയമായ വരികളാണ്. രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ പകലിനെ നീ പ്രതീക്ഷിക്കണ്ട, നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ നീ ഉണ്ടാകുമോ എന്ന് നിനക്കറിയില്ല. എത്ര ചെറുപ്പക്കാരാണ് രാവിലും പകലിലും ഒക്കെ ആയിട്ട് കളിച്ചും ചിരിച്ചും നടക്കുന്നത്. അവരുടെ കഫൻ പുടവകൾ അവർക്ക് വേണ്ടി തുന്നി തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പൊടുന്നനെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് മലക്കുൽ മൗത്തും കൂട്ടരും കയറി വരിക. അവർ കയറി വരുമ്പോൾ അവരുടെ കൂടെ നമ്മൾ ഇറങ്ങിപ്പോകേണ്ടി വരും. പിന്നെ ഒന്നും ഒരുങ്ങാനും വിഭവങ്ങൾ ഒരുക്കാനുള്ള നേരം നമുക്കുണ്ടാവുകയില്ല. നന്മ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ ആ ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. വാരിക്കൂട്ടാൻ കഴിയുന്ന നന്മകളൊക്കെ നമ്മൾ വാരിക്കൂട്ടുക. നന്മകളിൽ ധൃതി കാണിക്കുക, മത്സരിക്കുക. ആരെങ്കിലും മത്സരിക്കുന്നുണ്ട് എങ്കിൽ അവർ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചു കൊള്ളട്ടെ. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, സ്വർഗത്തിന് വേണ്ടി കിടമത്സരങ്ങൾ നടക്കട്ടെ. ഈ നന്മയിൽ ധൃതി കാണിക്കുന്ന വിഷയത്തിൽ നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മനുഷ്യനുണ്ട് ചരിത്രത്തിൽ. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കറിനോട് മത്സരിച്ചിട്ട് ഒരാളും ജയിച്ചിട്ടില്ല. അബൂബക്കറിനോട് മത്സരിച്ചിട്ട് ഒരാളും അബൂബക്കറിന്റെ മുന്നിലെത്തിയിട്ടില്ല. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖിറാഅത്ത് കേട്ടു, ഒരു ഖുർആൻ പാരായണം കേട്ടു. അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ഖുർആൻ പാരായണമാണ്. അദ്ദേഹം നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാരായണം ശ്രദ്ധിച്ചു. കൂടെയുള്ള അബൂബക്കറിനോടും ഉമറിനോടും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സറഹു അൻ യഖറഅൽ ഖുർആന ഗദ്ദൻ കമാ ഉൻസിൽ, ഖുർആൻ ഇറങ്ങിയ അതേ കോലത്തിൽ ആരെങ്കിലും ഖുർആൻ ഓതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫല്യഖറഅഹു അലാ ഖിറാഅത്തി ഇബ്നി ഉമ്മി അബ്ദ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഖുർആൻ ഓതുന്നത് പോലെ അവർ ഖുർആൻ ഓതട്ടെ. അത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനുള്ള വലിയ അംഗീകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ്. ആ സന്തോഷ വാർത്ത അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ അറിയിക്കാൻ
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് രാത്രി തന്നെ ഇബ്നു മസ്ഊദിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. തൻ്റെ സഹോദരനെ സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്ത അറിയിക്കുക എന്നത് വലിയ നന്മയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വീട്ടിലെത്തി വാതിലിൽ മുട്ടി ചോദിച്ചു, മാ ജാഅ ബിക സഅ, എന്താണ് ഈ അസമയത്ത് വന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി നിങ്ങളെ പറ്റിയിട്ട് പറഞ്ഞൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഖദ് സബഖക അബൂബക്കർ, അത് കുറച്ച് നേരത്തെ അബൂബക്കർ വന്ന് വിവരം അറിയിച്ചു പോയല്ലോ എന്നാണ്. അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ആശ്ചര്യവുമില്ല, കൗതുകവുമില്ല. ഇന്നഹു യഫ്അൽ ഫഇന്നഹു സബ്ബാകും ബിൽ ഖൈറാത്ത്, അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം അബൂബക്കർ നന്മയിൽ മുന്നേറിയ ആളായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് നന്മയുടെ കാര്യത്തിൽ നമ്മൾ അബൂബക്കർമാരാവുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും അതിനുള്ള ശ്രമം നമ്മൾ നടത്തുക. തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു, അവരെ പോലെ ആകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. അല്ലാഹുവിലേക്ക് നമ്മൾ ഒരു ചാണടുക്കുമ്പോൾ നമ്മുടെ റബ്ബ് നമ്മളിലേക്ക് ഒരു മുഴമടുക്കും. നമ്മൾ അല്ലാഹുവിലേക്ക് ഒരു മുഴമടുക്കുമ്പോൾ അവൻ നമ്മളിലേക്ക് ഒരു വാര അടുക്കും. നമ്മൾ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് നടന്നു ചെന്നാൽ അതൈതുഹു ഹർവല, ആ റബ്ബ് നമ്മുടെ അടുക്കലേക്ക് ഓടി വരും. മ്യൂസിക് ട്രൂപ്പുകൾക്ക് നൽകാൻ കഴിയാത്ത ഒരു സന്തോഷം സുജൂദുകൾക്ക് തരാൻ കഴിയും. മാളുകളിലും അങ്ങാടികളിലും നിങ്ങളുടെ കൂട്ടുകാരികളുടെ കൂടെ നിങ്ങൾ അന്തം വിട്ട് ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ആസ്വാദനത്തെക്കാളും വലിയൊരു ആസ്വാദനവും മധുരവും അള്ളാഹുവിനെ പറ്റിയിട്ടും റസൂലിനെ പറ്റിയിട്ടും സംസാരിക്കുന്ന കൂട്ടുകാരികളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. പ്രിയപ്പെട്ടവരെ, ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങളുടെ ഹൃദയത്തിന് ശാന്തിയാകും, സമാധാനമാകും. ഈമാനിന് ഒരു മധുരമുണ്ട്. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്ന മധുരമല്ല. മറ്റെന്തിനേക്കാളും അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും ഒരാൾക്ക് പ്രിയപ്പെട്ടതാകുമ്പോൾ അവർക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന മധുരമാണത്. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് ശരിയായ ആദർശം പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ പൊതിരെ ചാട്ടവാറ് തല്ലുകൊള്ളുമ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആലയുടെ മനസ്സിലുണ്ടായിരുന്നത് ആ ഈമാനിന്റെ മധുരമായിരുന്നു. ഉഹദിന്റെ രണഭൂമിയിൽ 2 കൈകളും നഷ്ടപ്പെട്ട് ഇസ്ലാമിന്റെ പതാക മാറോട് ചേർത്ത് വെച്ച് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ എന്ന് പ്രഖ്യാപിച്ച് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ട് ഈ ദുനിയാവിൽ നിന്ന് തിരിച്ചു മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഈമാനിന്റെ മധുരമായിരുന്നു. സ്വത്തും മുതലും ഒന്നും എനിക്ക് വേണ്ട, അല്ലാഹു മതി, അല്ലാഹുവിന്റെ റസൂൽ മതി, ഈ ദീൻ മതി എന്ന് പ്രഖ്യാപിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ സുഹൈബ് ബിൻ സിനാൻ അർ-റൂമി റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ആ ഈമാനിന്റെ മധുരമാണ്. അബൂജഹൽ സ്വകാര്യ ഭാഗത്തേക്ക് കുന്തമെറിഞ്ഞ് കൊലപ്പെടുത്തുമ്പോൾ ഷഹീദാകുമ്പോൾ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ആ ഈമാനിന്റെ മധുരമാണ്. ജനാബത്ത് കുളിക്കാൻ പോലും കാത്തു നിൽക്കാതെ ഉഹദിന്റെ പോർക്കളത്തിലേക്ക് ഓടിച്ചെന്ന് രക്തസാക്ഷിയായ ഹൻദല റളിയല്ലാഹു അൻഹുവിന് പ്രേരണയായത് ആ ഈമാനിന്റെ മധുരമായിരുന്നു. 7 തവണ ജയിലിൽ അടക്കപ്പെട്ട് ആ തടവറയിൽ തന്നെ മരിച്ചു വീഴുമ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആലയുടെ ഉള്ളിൽ ജ്വലിച്ചു നിന്നത് ഈമാനിന്റെ മധുരമായിരുന്നു. അൻ യകൂന അല്ലാഹ് വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മറ്റെന്തിനേക്കാളും അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും നമുക്ക് പ്രിയപ്പെട്ടവരാകണം. പ്രിയപ്പെട്ടവരെ, ഒരു പിടി മധുരിക്കുന്ന ഓർമ്മകളുമായിട്ടാണ് നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു മടങ്ങുന്നത്. ഖുർആനിന്റെ വശ്യമനോഹരമായ ആയത്തുകളും ഒരിക്കലും പിഴക്കാത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും ഒരു കനലായി നമ്മുടെ ഉള്ളിലുണ്ട്. ആ കനൽ കെട്ടുപോകാൻ പാടില്ല. ആ കനൽ നമ്മുടെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടേയിരിക്കണം. അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണണം. അഭിമാനം കൊള്ളുക, ഞാനൊരു മുസ്ലിമാണ് എന്ന കാര്യത്തിൽ നമ്മൾ അഭിമാനിക്കുക. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഏത് കാല് വെച്ച് കയറണം, ഇറങ്ങുമ്പോൾ ഏത് കാല് വെച്ച് ഇറങ്ങണം, ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം ഏത് ധരിക്കണം, അഴിക്കുമ്പോൾ ആദ്യം ഏത് അഴിക്കണം, ഒന്ന് കാർക്കിച്ചു തുപ്പുമ്പോൾ എങ്ങോട്ട് തുപ്പണം, ഒന്ന് കിടക്കുമ്പോൾ എങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കണം. നമ്മുടെ ദീൻ എന്താണ് നമ്മളെ പഠിപ്പിക്കാത്തത്? ഇതുപോലെ എല്ലാം പഠിപ്പിച്ച വേറെ ഏത് ദീനാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മൾ ഉടുത്ത വസ്ത്രത്തിന്റെ പേരിൽ ഒരു പക്ഷേ ക്യാമ്പസിൽ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം, നമ്മളെടുത്ത സ്റ്റാൻഡിന്റെ പേരിൽ ക്ലാസ് റൂമിൽ നമ്മൾ ഒറ്റപ്പെട്ടേക്കാം, പരിഹസിക്കപ്പെട്ടേക്കാം, നമ്മൾ തീവ്ര ചിന്തയുള്ളവരാണ് എന്ന് കുറ്റപ്പെടുത്തിയേക്കാം. അവഗണിച്ച് കളയുക. അള്ളാഹുവിന്റെ ദീനാണ് നമുക്ക് വലുത്. ബദഅൽ ഇസ്ലാമു ഖരീബാ
വസയഊദു ഗരീബ. ഇസ്ലാം തുടങ്ങിയത് അപരിചിതത്വത്തിൽ നിന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്ന് പ്രബോധനം തുടങ്ങുമ്പോൾ ആരാണ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നത്? ഒറ്റയും തെറ്റയുമായിട്ടാണ് ഈ ദീൻ വളർന്നത്. ആ ഇസ്ലാമിന് വീണ്ടും ആ അപരിചിതത്വത്തിലേക്ക് ഒരു മടക്കമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ആളില്ലാത്തത് കൊണ്ടല്ല, ആളുകൾ ഒരുപാടുണ്ടാകും, പക്ഷേ ഖുർആനിന്റെ നിയമങ്ങൾ പാലിക്കുന്നവരുണ്ടാകില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ പാലിക്കുന്നവരുണ്ടാകില്ല. ഖുർആനിന്റെ നിയമങ്ങൾ മറന്ന, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മറന്നൊരു കാലത്ത് ജീവിക്കുമ്പോൾ ആ ഖുർആൻ ഉയർത്തിപ്പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിച്ച് മുന്നോട്ട് ഗമിക്കുന്നവരെ നിങ്ങൾ സന്തോഷിക്കുക. ഫതൂബാ ലിൽ ഗുറബാ, ഫതൂബാ ലിൽ ഗുറബാ. ആ അപരിചിതർക്ക് മംഗളമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ഒരാൾക്കൂട്ടം അത് വെറുതെ ഉണ്ടായതല്ല. ഇതിന്റെ പിന്നിൽ രാവെന്നോ പകലെന്നോ ഇല്ലാതെ പരിശ്രമിച്ച ഇതിന്റെ സംഘാടകരുണ്ട്. അവർ കൊതിക്കുന്നത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. അല്ലാഹുവേ, ഈ പരിശ്രമം ഞങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, വിസ്ഡം ഗേൾസ് എന്നത് നിങ്ങൾക്കുള്ള പ്ലാറ്റ്ഫോമാണ്. നന്മയുടെ വഴിയിൽ തിന്മയുടെ ഒഴുക്കിനെതിരെ നമ്മൾ ചേർന്ന് നിൽക്കുക, കൈകൾ കോർത്തു പിടിക്കുക. ഇനിയും നമുക്കൊരുപാട് കാതം സഞ്ചരിക്കാനുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സംഗമം അത് പുതിയ തീരുമാനമെടുക്കാനുള്ള പ്രചോദനമാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.